തീരുമാനം കൂടി കണക്കിലെടുത്തുകൊണ്ട് CC3 പിന്തുണയ്ക്കേണ്ടതില്ലെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ നിർത്താമെന്നും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാട്ടികയിൽ സുനിൽ ലാലൂരിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നേരത്തെ ചില ചർച്ചകളും ഒപ്പം തന്നെ നേരത്തെ ചില വിയോജിപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകാമെന്ന നേതൃത്വം പിന്നീട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആദ്യഘട്ട പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുമുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് രമേശ് പിഷാരടി തന്നെയാണ്. നമ്മൾ ഇന്ന് ഉച്ച മുതൽ രമേശ് പിഷാരടിയുടെ പേര് തന്നെയാണ് നൽകുന്നത്. പാലക്കാട് അദ്ദേഹം ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യഘട്ട പട്ടികയിലുള്ളത്. പാലക്കാട് രമേശ് പിഷാരടി തന്നെയാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഒരു വലിയ വിസ്മയം എന്നല്ലെങ്കിൽ പോലും നമുക്ക് പറയാവുന്നത് മലമ്പുഴയിലെ കാര്യമാണ്. മലമ്പുഴയിൽ A സുരേഷ് മത്സരിക്കുന്നുണ്ട്. അതും ആദ്യഘട്ട പട്ടികയിൽ തന്നെയാണ് സുരേഷിന്റെയും പേരുള്ളത്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഇപ്പോൾ കണ്ണൂർ പോലുള്ള ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ നേരത്തെ തന്നെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സുരക്ഷിതമായ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട പട്ടിക ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ 55 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പാലക്കാട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടം ഔട്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. രമേശ് പിഷാരടി പാലക്കാട്ട് UDFന്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ നിങ്ങളോട് കളവൊന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ പറയാനുണ്ടായ കാരണം. ഇപ്പോൾ ഫൈനൽ പട്ടിക വരുമ്പോൾ പലതും നമ്മൾ കേട്ടതൊക്കെ യാഥാർത്ഥ്യമല്ലാതെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പാലക്കാട് മാത്രമെന്നല്ല, പലയിടങ്ങളിലും പല മാറ്റങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളത് പറയാതെ നിർവാഹമില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചില്ല. അയാൾ പുറത്ത് തന്നെ പടിക്ക് നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും കോൺഗ്രസ് പുറത്തു നിർത്തിയിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകും. അയാൾ പാലക്കാട് നിന്നല്ല, കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാ. പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ വലിയ വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണെങ്കിലും ശത്രുക്കൾ അവർ എന്തിനു വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത്, എന്തിനു വേണ്ടിയാണോ അയാൾക്കെതിരെ ഈ പറയുന്ന ബലാത്സംഗ പീഡന ആരോപണ പരാതികളുടെ ഒരു വലിയ പർവ്വതം തന്നെ ഉണ്ടാക്കിയെടുത്തത്, അവരുടെ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ വേദനാജനകമാണ്. ഇനിയിപ്പോൾ പലരും ആഘോഷിക്കും, അല്ലേ? രാഹുലിന് എവിടെയാണ് പിഴച്ചത്? രാഹുൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അയാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചില പിഴവുകൾ അയാൾക്ക് വന്നു ചേർന്നിരിക്കുന്നു, പാളിച്ചകൾ അയാളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ പാലക്കാട് നിന്ന് മത്സരിക്കേണ്ടിയിരുന്ന രാഹുൽ ഈ പരാതികള്, ഈ ആരോപണങ്ങള്, ഈ പുകമറകള്, വിവാദങ്ങള് ഒക്കെ കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാളുടെ പ്രൈം ടൈമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, രാഹുലിന് ഒരു തിരിച്ചുവരവ് സാധ്യമായേക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തും, മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തും, രാഷ്ട്രീയ ഭൂപടത്തിൽ അയാൾ തിരിച്ചെത്തും എന്നൊക്കെയുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ്, പ്രതീക്ഷയുള്ള കാര്യമാണ്. പക്ഷേ എപ്പോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. പിന്നെ ഈ പറയുന്ന കോടതികളിൽ നിൽക്കുന്ന കേസുകൾ, അതിനൊരു തീരുമാനം ഉണ്ടായിട്ട് രാഹുൽ തിരിച്ചെത്തുമെന്നാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, അയാളുടെ പ്രൈം ടൈം അത് അയാൾക്ക് നഷ്ടമാകുമെന്നുള്ളത്. ഇവിടെ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം രമേശ് പിഷാരടിയെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? ഇനി സ്ഥാനാർത്ഥി പര്യടനങ്ങളും പ്രചരണങ്ങളും ഒക്കെ കഴിഞ്ഞ് ഈ വരുന്ന ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 4 ഒരു മാസം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരും. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വേദനാജനകം, രാഹുൽ മാങ്കൂട്ടം ഇല്ല, അല്ലേ? രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. ചില ചർച്ചകള് ഈ പറയുന്ന ശ്രീകണ്ഠനുമായിട്ട് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തിയതൊക്കെ അത്തരത്തിൽ നമ്മളതിനെ കണ്ടതുമാണ്, അല്ലേ?
ശ്രീകണ്ഠൻ മാത്രമല്ല പലരും രാഹുലിന് വേണ്ടി ശബ്ദിക്കുകയും വാദമുയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഈ പറയുന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആരോപണം ഉണ്ടായി, പരാതി ഉണ്ടായി, പരാതി ഒഫീഷ്യലായിട്ട് വരുന്നു, ഉടനടി പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്തു നിർത്തുന്നു. അല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്. ഇത് ഒരു വല്ലാത്തൊരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. അതിനപ്പുറം പാർട്ടി വലിയ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തട്ടിത്തടഞ്ഞ് വീഴാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി പ്രസ്ഥാനത്തിന്, പാർട്ടിക്ക് ഒരു കുഴപ്പവും പറ്റാൻ പാടില്ല, ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കാരണം തന്നെയാണ് രാഹുൽ പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ അർത്ഥത്തിലും നമുക്ക് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാ. അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പോ എന്നെ വിമർശിച്ചേക്കാം, എന്നെ തെറി വിളിച്ചേക്കാം, പക്ഷേ പാർട്ടിയാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളില് ഒരെണ്ണം പോലും രാഹുൽ നിഷേധിക്കുന്നില്ല. ബന്ധമില്ല എന്ന് രാഹുൽ പറയുന്നില്ല. പക്ഷെ രാഹുൽ പറയുന്നത് എന്താ? പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധം. അത് നമ്മുടെ രാജ്യത്ത് കുറ്റകരമല്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ രാഹുലിന് ഉണ്ടാവേണ്ടിയിരുന്ന ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ അയാൾ നിർവഹിച്ചില്ല. എവിടെയോ അയാൾ വീണുപോയി. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഇത്രയും കഴിവുള്ള, പ്രാപ്തിയുള്ള, ബുദ്ധിയുള്ള, വളരെ കാര്യങ്ങളെ വളരെ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും എന്തുകൊണ്ട് രാഹുലിന് ഇത് സംഭവിച്ചു എന്നുള്ളതാ. ഇപ്പൊ ഈ പരാതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ചോദ്യമുണ്ട്. ഈ ആളുകളൊക്കെ രാഹുലുമായിട്ട് അങ്ങോട്ട് ഇടപെട്ട് ബന്ധപ്പെട്ട് ബന്ധം സ്ഥാപിച്ചെടുത്തവരാ. അവരൊക്കെ ഈ ബന്ധം സ്ഥാപിച്ചത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ വേണ്ടി ആയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ഉത്തരമില്ല. പക്ഷേ അവര് കുഴിച്ച കുഴിയില് രാഹുൽ പോയി വീണുപോയി. ആ കുഴിയിൽ വീണു, അത്ര തന്നെ വീണു. അപ്പൊ പാർട്ടി വളരെ കൃത്യമാണ് നിലപാടുകള്. നമ്മള് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകും, പാലക്കാട് മത്സരിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? രാഹുലിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ചർച്ചകൾക്കപ്പുറം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് പാർട്ടി രാഹുലിനെ പടിക്ക് പുറത്ത് നിർത്തിയത്. വലിയ സങ്കടകരമായ ഒരു കാര്യം. രാഹുൽ അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് പാലക്കാട്. അയാൾക്ക് അർപ്പിച്ച ഉത്തരവാദിത്തം അയാൾ വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുമുണ്ട്. പക്ഷെ അതിനിടയിലും ഒരു ജനപ്രതിനിധി ആയിട്ടും അയാളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഹുൽ പോലും അതിനെ നിഷേധിക്കുന്നില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഒന്നിനെയും നിഷേധിക്കുന്നില്ല. പിന്നെ പറഞ്ഞ വാദങ്ങൾ അത് ഇത്തരത്തിലല്ല, സിറ്റുവേഷൻ അതല്ല, സാഹചര്യം അതല്ല എന്ന് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പാടില്ലാത്ത പലതും സംഭവിച്ചു പോയി എന്നുള്ളത് തന്നെയാണ്. ഇനി വേണ്ടത് എന്താ? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. കാരണം ഇത് ഞാൻ മുൻകൂട്ടി പലപ്പോഴും രാഹുൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇവിടെ തിരിച്ചുവരവിന് കളമൊരുങ്ങാൻ കോടതി വിധികൾ അത് സമയമെടുക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു കോടതി വിധി ഉണ്ടാകില്ല എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. എന്താണെങ്കിലും അതോടൊപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമെന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ തെറി വിളിച്ച ആളുകളുണ്ട്. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം നമ്മൾ വല്ലാത്തൊരു പ്രതീക്ഷയാണല്ലോ രാഹുലിനോടുള്ള നമ്മുടെ സ്നേഹം, രാഹുലിനോടുള്ള നമ്മുടെ വിശ്വാസം. അതൊക്കെയാണല്ലോ നമ്മുടെ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ തന്നെയാണല്ലോ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നത്, രാഹുൽ സ്ഥാനാർത്ഥിയാവണമെന്നുള്ളത്. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? പാർട്ടിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വിലങ്ങ് തടിയായി രാഹുൽ ഉണ്ടാകുമോ എന്നുള്ള വല്ലാത്തൊരു റിസ്ക്, ആ റിസ്ക് ഫാക്ടർ 100% അവഗണിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമാണ്. പാലക്കാട്ട് ഇനി രാഹുലില്ല. ഇനി പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രമേശ് പിഷാരടിയാണ്. ഇനി എന്തും സംഭവിക്കാം. ഇനി രാഹുലിൻ്റെ മുന്നിൽ വല്ല ഓപ്ഷനുകളും ബാക്കിയുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്.